എല്ലാ കൂട്ടുകാർക്കും ഹെൽത്തി റെസിപ്പീസിലേക്ക് സ്വാഗതം. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരെയല്ലേ, അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ഉണ്ടാക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുള്ള പുഡിംഗാണ്. അപ്പോൾ കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ചു വരുമ്പോൾ നമുക്ക് മടി കൂടാതെ എടുത്ത് കൊടുക്കാമല്ലോ. ഇതും പതിവ് പോലെ തന്നെ ഈസി റെസിപ്പിയാണ് കേട്ടോ, പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. നമ്മളിത് പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, പിന്നെ 2 കോഴിമുട്ട, പിന്നെ 1/4 ഗ്ലാസ് പഞ്ചസാര, പിന്നെ 1/4 ഗ്ലാസ് തന്നെ പാല്, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത്രയും മതി കേട്ടോ. ആദ്യം നമ്മൾ എടുത്ത് വെച്ച ഷുഗറിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്ത് ഒന്ന് കാരമലൈസ് ചെയ്യണം. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി 1 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കരിയിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കളർ മാറി വരും. ഒരുപാട് അങ്ങോട്ട് കളർ മാറാൻ പാടില്ല. ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു സ്റ്റീൽ പാത്രമാണ് പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ സ്റ്റീൽ പാത്രം തന്നെ സെലക്ട് ചെയ്തത്. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ കാരമൽ എത്തണം. ഇനി ഈ പാത്രം ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് പാല്, അതായത് 150 മില്ലി പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്ന് നമ്മൾ കാരമലൈസ് ചെയ്യാൻ വേണ്ടി എടുത്തിരുന്നു, അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എടുത്ത് വെച്ച പഴം കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്, ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. തരി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അപ്പച്ചമ്പിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കുക്കറോ സ്റ്റീമറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു 20 മിനിറ്റോളം വേണ്ടി വരും ഇതൊന്ന് വെന്ത് കിട്ടാൻ. ഇപ്പോൾ അതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇത് സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് വെന്തോന്നറിയാൻ വേണമെങ്കിൽ കത്തി കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. ഇനി ഇത് തണുത്തതിന് ശേഷം സൈഡിൽ നിന്നൊക്കെ കത്തി കൊണ്ടൊന്ന് വിടിയിച്ചതിന് ശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടിയിച്ച് കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്യാൻ പറ്റും. ചൈന ഗ്രാസും ജലാറ്റിനും മിൽക്ക് മെയ്ഡും ഒന്നും യൂസ് ചെയ്യാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈസി ടേസ്റ്റി പുഡിംഗ് ഇതാ റെഡി ആയിട്ടുണ്ട്. എളുപ്പമല്ലേ ഇതുണ്ടാക്കാൻ. പിന്നെ നേന്ത്രപ്പഴത്തിന് പകരം വേണമെങ്കിൽ റോബസ്റ്റ യൂസ് ചെയ്യാം. നേന്ത്രപ്പഴം തന്നെയാണ് കേട്ടോ എന്തായാലും ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇത് പഴം കിട്ടാത്തവർക്ക് ബ്രെഡ് വെച്ചിട്ടും ചെയ്യാം. ഒരു നേന്ത്രപ്പഴം നമ്മൾ ചേർത്തില്ല, അതിന് പകരം 2 സ്ലൈസ് ബ്രെഡ് മിക്സിയുടെ ജാറിൽ പൊടിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഈ ക്രിസ്മസിന് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിംഗ് തന്നെ ആയിക്കോട്ടെ. ഒരിക്കൽ കഴിച്ചാൽ പിന്നെ എന്നും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത.